നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിരട്ടയുടെ വിലയും വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റ് എണ്ണകളും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ആക്രികളെ വിളിച്ചു ചോദിച്ചപ്പോൾ 25 തന്നെയാണ് ഒരു കിലോയുടെ പുറത്ത് ചിരട്ടയുടെ വില തുടരുന്നത്. ഇപ്പോഴും മിക്ക വീടുകളിലും ചിരട്ട കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മോഹവിലയിൽ വന്ന ചിരട്ടയ്ക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. അത് കാരണം മിക്ക വീടുകളിലും കാലിയായി ഈ ചിരട്ട കൊടുത്ത്. ഇപ്പോൾ തേങ്ങയും വെളിച്ചെണ്ണയും നേരത്തെ ഉപയോഗിക്കുന്നതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം ഈ വില കൂടിയത് കാരണം അടുക്കളയിലേക്കുള്ള ബഡ്ജറ്റ് വളരെ ശോചനീയമായി. ഇപ്പോൾ നേരത്തെയൊക്കെ 4 കിലോ തേങ്ങ മേടിച്ചിരുന്നത് ഇപ്പോൾ 2-1 കിലോയാണ് ആൾക്കാർ വാങ്ങിക്കുന്നത് കടകളിൽ നിന്ന്. അന്നേരം തിരിങ്ങിയതിന് ശേഷം ചിരട്ടയുടെ അളവ് കുറയുകയാണ്. സാധാരണക്കാരും ഇടത്തരക്കാർക്കും ഇപ്പോൾ ചിരട്ട കുറവാണ്. അത് ഉള്ളത് അവർ കത്തിച്ച് അടുപ്പിനകത്തൊക്കെ ഇട്ട് കത്തിച്ച് കളയുകയാണ്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് കൊണ്ട് മറ്റ് എണ്ണകൾ മിതമായി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം മിക്സഡായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഹൃദയത്തിന് കുഴപ്പമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. എന്നാൽ പരിമിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ. വെളിച്ചെണ്ണയ്ക്ക് പുറമേ സൺഫ്ലവർ ഓയിൽ, തവിടെണ്ണ, നല്ലെണ്ണ, ഒലിവ് ഓയിൽ എന്നിവയെല്ലാം ഭക്ഷണത്തിൽ മിതമായ രീതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് പറയുന്നത്. സൂപ്പർ ഫുഡായ വെളിച്ചെണ്ണയിൽ ആൻറ്റിബാക്ടീരിയൽ ഗുണം കൂടുതലാണ്. ഏറ്റവും നല്ല രുചിയും ലഭിക്കും. പാം ഓയിലാണെങ്കിൽ വിറ്റാമിൻ എ, ഇ എന്നിവയുടെ ഗുണം കൂട്ടുകയും ചെയ്യും. സൺഫ്ലവറിലാണെങ്കിൽ വിറ്റാമിൻ ഇ കൂടുതലുള്ളതും omega-6 ഫാറ്റി ആസിഡുകളുമുണ്ട്. പാം ഓയിൽ അധികം ഉപയോഗിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിൻ്റെ സാന്നിധ്യം കൂടുതലാകും. പക്ഷേ വെളിച്ചെണ്ണയിൽ പൂരിത കൊഴുപ്പിൻ്റെ അളവ് കൂടുതലാണ്. സൺഫ്ലവറിന് അമിതമായി ഉപയോഗിച്ചാൽ omega-6 ഫാറ്റി ആസിഡ് വർദ്ധിക്കുമെന്നത് ശരീരത്തിനൊരു ഭീഷണി തന്നെയാണ്. ഒലിവ് ഓയിലിന് കലോറി കൂടിയതിനാൽ ശരീരഭാരം കൂടുതലാകാനും സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് ഏകദേശം 20 ഗ്രാം ഓയിൽ മതി, ഏതെണ്ണയായാലും മനുഷ്യ ശരീരത്തിന്. എന്തായാലും ഇനി വെളിച്ചെണ്ണയുടെ വില കുറയുമായിരിക്കും. സർക്കാർ ഇഷ്ടം പോലെ സപ്ലൈകോ വഴിയൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് കാർഡ് അനുസരിച്ച്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണം. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്നത് വളരെയധികം നന്ദി.